ശബരിമലയിലെ സുപ്രധാന പദവി വഹിച്ചിരുന്ന തന്ത്രി തന്നെ കാട്ടുകൊള്ളനായി മാറുന്നു. അദ്ദേഹത്തെ പിടികൂടുന്നു. ഭക്തരെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. വിവാദങ്ങൾ കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തെ ആ തന്ത്രി സ്ഥാനത്തിൽ നിന്നും മാറ്റുമെന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇത് ശരിയായ നിലപാടല്ലേ? നിലപാട് ഭക്തജനങ്ങളെ വഞ്ചിച്ചു. അതുകൊണ്ട് ഒരു വ്യക്തമായി ഒരു നിലപാട് പറയുകയാണ് എങ്കിൽ നിലപാട് ജയകുമാർ സാർ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്രയും ഭഗവാന് തുല്യമായിട്ട് പിതൃസ്ഥാനീയനായിരിക്കുന്ന കണ്ഠരര് രാജീവര് ഇത്തരം കേസുകൾക്ക് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ കോടാനുകോടി ഭക്തരുടെ ആ മതവികാരത്തെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ താഴ്മൺ കുടുംബമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താന്ത്രിക പരിപാടി മാറ്റാൻ അധികാരമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ആ കുടുംബത്തിന് ഇപ്പം മോഹനരെന്താണ് ഇപ്പോഴത്തെ ഈ പ്രശ്നമായതിനു ശേഷം അവിടെ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരത്തെയും ചതിച്ചു എന്നുള്ള നിലയിൽ രാജീവരെ എതിരെ. പക്ഷേ ഈ കുറച്ചു കാലങ്ങളായി തന്നെ ഇങ്ങനൊരു വിമർശനമുണ്ടല്ലോ. ഈ തന്ത്രിമാർ, കാട്ടുകള്ളന്മാർ, അവർക്ക് ഒരു പ്രത്യേക മുറി നൽകുന്നു. ആ പ്രത്യേക മുറിയിൽ പ്രസാദം നൽകി കൂടുതൽ പണം വാങ്ങുന്നു. ഈ തന്ത്രിയുടെ മുറിയിലെത്തുന്നവർക്ക് പ്രത്യേകം പ്രസാദങ്ങൾ നൽകുന്നു. പ്രത്യേകം പൂജകൾ ചെയ്യുമെന്ന് അവരെ ധരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തതായിരുന്നു അവസാന ഘട്ടത്തിൽ നാം കണ്ടത്. അങ്ങ് കർണാടകയിൽ പോയി ഈ സ്വർണത്തെ വേർതിരിച്ചെടുത്ത ആ ജൂവലറി ഉടമയുടെ വീട്ടിലെത്തിവരെ, അതോടൊപ്പം തന്നെ ആ ജൂവലറിയിലെത്തിവരെ പൂജ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. അതെ അതെ. കാരണം ഈ ഭക്തർ ശാസ്താവിൻ്റെ മുമ്പേ എല്ലാവരും തുല്യരാണ്. പാമരം ഉള്ളവനും പണക്കാരനും പാമരനും എല്ലാം ശാസ്താവിന് തുല്യം. പക്ഷെ തന്ത്രിമാർ അത് ചെയ്യുന്നത് തെറ്റാണ്. ഉന്നതന്മാരെ അവിടെ പോയി ഇത്തരത്തിലുള്ള ക്രിയകളും അവർ വിശ്വസിക്കുന്നത് എന്താ, ഞാനൊരു ഉന്നതൻ, എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർ ചോദിക്കുന്ന ദക്ഷിണ 2-3 ലക്ഷം രൂപ കൊടുക്കുവാൻ തയ്യാറാണ്. അത് കുറഞ്ഞത് 5, 6, 10 കൊടുത്തിട്ടുള്ളതുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്ത്രിമാരെ നിയോഗിക്കുന്നത് ശബരിമലയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നോക്കി മൂലമന്ത്രം ചെയ്ത് എന്ന് നട തുറക്കുമ്പോഴും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ തന്ത്രി എന്നുള്ള നിലയിൽ ഡൽഹിയിലോ ബാംഗ്ലൂരോ ചെന്നൈയിലോ പോയി പൂജ ചെയ്യുന്നത് ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ, ശബരിമല ശാസ്താവിൻ്റെ പിതൃസ്ഥാനീയൻ എന്നുള്ള നിലയിൽ തെറ്റാണ്. അതിനെതിരെ എതിർക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ഇവരെ നിയമിക്കുന്ന ദേവസ്വം ബോർഡുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർ, ഇവരുടെ എല്ലാം ചെൽപ്പടിക്ക് താന്ത്രി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഭരണവർഗത്തിലുള്ളവരും ബോർഡ് പറയുന്നതിനും തന്ത്രി കൂട്ടുനിൽക്കുന്നു. അതാണ് ഇവിടുത്തെ കുറ്റത്തിൽ ഏറ്റവും വലുത്. അത് വിശ്വാസ വഞ്ചനയ്ക്കെതിരായിട്ട് കണ്ഠരര് രാജീവര് പെരുമാറി എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രതിവിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ കുടുംബത്തിൽ നിന്ന് കാർമ്മികത്വം അറിയാമെന്നുള്ള ആരെയെങ്കിലും ബോർഡ് ഡിസിഷൻ എടുക്കും. ഇപ്പം ഇത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, അത് ആലോചിക്കും. പക്ഷെ ബോർഡിൽ ഡിസ്കഷൻ വരണം. ബോർഡ് തീരുമാനം എടുത്തിട്ടില്ല. ബോർഡ് തീരുമാനം എടുത്ത് സംസ്ഥാനത്തിൻ്റെ അധികാരികളെ അറിയിച്ച് ഇത്തരത്തിൽ കള്ളത്തരങ്ങൾക്ക് സ്വർണം മോഷ്ടിക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബാക്കിയുള്ളവരും കൂട്ടുനിന്നു എന്നുള്ള നിലയിൽ തന്ത്രി കുറ്റക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട കടമ കോടതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തെളിവില്ലാതെ SIT അന്വേഷണക്കാർ വിളിച്ച് അറസ്റ്റ് ചെയ്യുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു താന്ത്രിക സ്ഥാനത്ത് നിന്ന് പുള്ളി മാറ്റേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. പകരം ആ കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആരെയെങ്കിലും മൂല വിഗ്രഹ ശാസ്താവിൻ്റെ പിതൃസ്ഥാനീയം അലങ്കരിക്കുവാൻ യോഗ്യരാരാണെന്ന് ദേവസ്വം ബോർഡും പ്രസിഡൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഉള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും കളങ്കം വന്നിരിക്കുന്ന ഒരു തന്ത്രി ആണ് ഇദ്ദേഹം. അപ്പോൾ ഇത് പല ക്ഷേത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തന്ത്രി, പോറ്റിമാർ, അവർക്കെല്ലാം വലിയ സ്വാതന്ത്ര്യമാണ്. അവരെ ആരും ചോദ്യം ചെയ്യാൻ പോകാറില്ല. കാരണം അവർ ദൈവത്തെ പൂജിക്കുന്നു,
അതോടൊപ്പം തന്നെ അവർ ഈ ദൈവവുമായി അടുത്ത് നിൽക്കുന്നു എന്നൊരു ധാരണ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് തെമ്മാടിത്തനവും ഏത് മോഷണവും ഏത് കള്ളത്തനവും കാണിക്കാം. ഇനി അതിനൊരു നിയന്ത്രണം വേണമല്ലോ. അത് എല്ലാ ക്ഷേത്രങ്ങളും, ഈ ശബരിമല മാത്രമല്ലല്ലോ, എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ആവശ്യമായി വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡു വിവാദമായിട്ടുള്ളതിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ജഡ്ജിമാർ പറഞ്ഞെന്താ, ദൈവം ഒരാളുടെ വസ്തുവല്ല, എല്ലാവർക്കും തുല്യമാണ്. കോടതി എന്ന് പറയുന്നത് തന്നെ സത്യമേവ ജയതേ, ആ ആപ്തവാക്യം തന്നെ ഈശ്വരീയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലഡ്ഡു വിവാദം തിരുപ്പതിയിൽ വന്നപ്പോൾ അവിടുത്തെ പോറ്റിമാരും ഇതാണ്, ഉന്നതന്മാരെ വീടുകളിൽ പോയി പൂജ വയ്പ്പാണ് ജോലി. അപ്പോൾ അവർ നോക്കുന്നത് ദക്ഷിണകൾ, ലക്ഷോപലക്ഷം. ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര സിനിമാ നടന്മാരെ വീടുകളിൽ പോയി. ഇപ്പോൾ ജയറാമിന് അതല്ലേ അന്വേഷണ പരിധിയിൽ വരുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല, ആ വാതിലും ആ കട്ടളയിൽ പൊതിഞ്ഞ സ്വർണം കൊണ്ടുചെന്നാണ് ഈ നമ്മുടെ കർണാടകത്തിലുള്ള മുതലാളിയുടെ വീട്ടിൽ പോയി ഇവർ പൂജ ചെയ്ത് കൊടുത്തത്. മദ്രാസിൽ പോയി ജയറാമിൻ്റെ വീട്ടിൽ പൂജ ചെയ്യുന്ന പടങ്ങൾ നമ്മൾ പത്രത്തിൽ കണ്ടു. വേറെ ചില രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. അപ്പം ശബരിമല ധർമ്മശാസ്താവിനെ സേവിക്കുന്നു എന്നതും ശബരിമല ധർമ്മശാസ്താവിൻ്റെ പിതൃസ്ഥാനീയൻ എന്നുള്ള നിലയിൽ ശബരിമലയിലുള്ള ഒരു പൂജാരി വീട്ടിലോ ഒരു വ്യവസായ സ്ഥാപനത്തിലോ വന്ന് പൂജിച്ചാൽ ഐശ്വര്യം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും യാത്ര ചെയ്യുന്നത്. അതിനുപരി അവരുടെ യാത്രയായി സ്വാധീനങ്ങളായി ആവശ്യത്തിനധികം ദക്ഷിണ കയ്യിൽ കിട്ടുന്നു. അതിനൊരു നിയന്ത്രണം ദേവസ്വം ബോർഡ് കൊണ്ടുവരണം. ശബരിമല പൂജിക്കുന്ന ആചാര്യന്മാർക്ക് ശബരിമല ക്ഷേത്രത്തിൽ മാത്രം പൂജ, മറ്റു സ്ഥലങ്ങളിൽ പോയി പൂജ ചെയ്യുവാൻ പാടില്ല. എന്തേ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ഇവരെ നിയമിക്കുമ്പോൾ അത് പ്രഖ്യാപിച്ചുകൂടാ? അവർ പുറപ്പെടാൽ ശാന്തി. അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം മറ്റു ക്ഷേത്രങ്ങളിൽ വയ്ക്കോ, തെറ്റില്ല. കണ്ഠരര് രാജീവർ അവിടെ ഇരിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിൽ മാത്രം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിലുള്ള കർമ്മങ്ങൾക്ക് മാത്രം, മറ്റുള്ള സ്ഥലത്ത് പോകരുതെന്നുള്ള. ഇപ്പോൾ ഉദാഹരണം മൈസൂർ ചാമുണ്ടേശ്വരി ട്രസ്റ്റ്, അവിടുത്തെ ഒരു നിയമം പോറ്റിമാർക്കും മുഖ്യ പുരോഹിതനും മറ്റ് ക്ഷേത്രങ്ങളെ പൂജിക്കുവാൻ പോകാൻ പാടില്ല. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം, അവിടുത്തെ മുഖ്യ പുരോഹിതന് മറ്റ് ക്ഷേത്രത്തിൽ പൂജിക്കുവാൻ പാടില്ല. തിരുക്കുണ്ട്രം, ഇപ്പോൾ വിവാദം നടന്ന മുരുകക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുക്കുണ്ട്രത്ത് വേലായുധൻ ക്ഷേത്രത്തിൽ, അവിടുത്തെ പൂജാരി മറ്റുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ചിദംബരനാഥൻ, അവിടെ ഇടത് സൈഡിൽ മഹാവിഷ്ണുവും വലത് സൈഡിൽ മുഖ്യപ്രതിഷ്ഠ മഹാദേവനുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്തെ മുഖ്യ പുരോഹിതന്മാർക്ക് പുറത്ത് പൂജയ്ക്ക് പോകാൻ പാടില്ല. ആ ഒരു നിയന്ത്രണം എന്തേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊണ്ടുവന്നുകൂടാ? അപ്പോൾ ഈ ദക്ഷിണ വാങ്ങിക്കേണ്ട ഒരു പങ്കുകൾ ഇവർ പുറത്തു പോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനും രാഷ്ട്രീയക്കാർക്കും കൊടുക്കുന്നു എന്നുള്ളതിന് അരിയാഹാരം കഴിക്കുന്നത് നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ ബാംഗ്ലൂർ പോകുന്നത്, ചെന്നൈ പോകുന്നത്, മന്ത്രിമാരുടെ വീട്ടിൽ പോകുന്നത്. ഈശ്വര വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാലും അരയിൽ അരഞ്ഞാണത്തിൽ ഏലസ് ജപിച്ചു കൊടുക്കുന്നത്, കഷത്ത് ഏലസ് കെട്ടുന്നത്. ഇന്ന് പല സഖാക്കളും തുണി ഊരി നോക്കിയാൽ അറിയാം എവിടെയൊക്കെ ചരട് കെട്ടിയിട്ടുണ്ടോ. നമ്മൾ പലരെയും കണ്ടിട്ടുള്ളതാണ്. പേര് ഞാൻ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിമല്ല, എൻ്റെ ഉള്ളിലുള്ളത് മനുഷ്യരക്തം, മാനവനാണ്. ആ മാനവീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ്റെ ശരീരത്തെ ഷർട്ടുകൾ മാറ്റി നോക്കുമ്പോൾ കഷ വന്ന് ഹാഫ് കൈയുള്ള ഉടുപ്പിടുകയാണെങ്കിൽ അദ്ദേഹം ഏലസ് കെട്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ഇരട്ടത്താപ്പ് നയം കമ്മ്യൂണിസ്റ്റുകാരുടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആളോഹരി ഷെയർ ഈ തന്ത്രിമാർ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനോ മെയിൻ മെമ്പറിനോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഇദ്ദേഹത്തിനെ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റു പൊളിറ്റീഷ്യൻകാർക്കോ ഈ പോകുന്നതിൻ്റെ ആളോഹരി എത്തിക്കും. അവിടുത്തെ നിയമനം തന്നെ നടക്കുന്നത് ഇടയ്ക്ക് പറയാറുണ്ട്, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അവിടുത്തെ മുഖ്യ പുരോഹിതൻ കോടതി പറഞ്ഞിട്ടാണ് എങ്കിലും അവിടെ തരികിട നടത്തിയാണ് മുഖ്യ പുരോഹിതനെ നിയമിക്കുന്നത്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിലുള്ളതുപോലത്തെ നോംസ് ശബരിമലയിലിരിക്കുന്ന തന്ത്രി, അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയം മറ്റു കോവിലിൽ പോകാൻ പാടില്ല. അവിടുത്തെ പുറപ്പെടാൽ ശാന്തിയായി വരുന്ന മേൽശാന്തി മറ്റു ക്ഷേത്രത്തിൽ കർമ്മങ്ങൾക്ക് പോകാൻ പാടില്ല. നിങ്ങളുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം റിട്ടയർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പൊയ്ക്കോളൂ. ആ ഒരു നോംസ് ദേവസ്വം ബോർഡ് എടുക്കാത്തത് എന്താ? ഇതിൻ്റെ മുഖ്യ ഉത്തരവാദി ഭരിക്കുന്ന സർക്കാർ
ബോർഡിനാണ് അധികാരം. മന്ത്രിയേക്കാളും കൂടുതൽ പവർ ബോർഡിനാണ്. ആ ഡിസിഷൻ മേക്കർ. ആ ഡിസിഷൻ എടുത്തിട്ട് അവർ ചാർജ് എടുക്കാൻ വരുമ്പം അവരുടെ ഒരു സത്യപ്രതിജ്ഞാ വാചകം കൊടുക്കണം. ഇവിടെ അതില്ല. അപ്പോൾ അത്തരത്തിലുള്ളിടത്തോളം കാലം ഈ ശബരിമല പോലുള്ള പുണ്യ പൂങ്കാവന ക്ഷേത്രങ്ങൾ പൈതൃകത്തെയും ഹിന്ദുത്വ വിശ്വാസത്തെയും സാംസ്കാരിക നാഗരികതകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇതിൽ വേറൊരു വിഷയമുള്ളത് ഈശ്വര വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ കപട മതേതരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം. അവരുടെ കുറേ ലക്ഷ്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ 10 മടങ്ങ് മഹാകുംഭമേളയിൽ വന്ന യുവാക്കളും യുവതികളും ഉണ്ട്. അവിടെ കണക്ക് വന്നിട്ടുള്ളത്, ഇടയ്ക്കൊരു ഇംഗ്ലീഷ് വീക്കിലിയിൽ കണക്ക് കൊടുത്തിട്ടുള്ളത് 14 ലക്ഷത്തിൽ പരം വരുന്നത് യുവാക്കളും യുവതികളുമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെ മധ്യവയസ്കരും മുതിർന്ന വയസ്സരും എത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലൊരു പരിവർത്തനം വരെയാണ്. ആ പരിവർത്തനം ഹൈന്ദവീയ നാഗരികതയുടെ പരിവർത്തനമാണ്. കേരളത്തിലുള്ള ഇത്രയും കാലത്തെ കമ്മ്യൂണിസത്തെ ജനങ്ങൾ പിഴുതെറിയുന്ന കാലത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഈ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കലിയുഗമെന്ന് പറയുന്നത് ഈശ്വരവിശ്വാസവും നാമജപ മന്ത്രങ്ങളും കൂടുതലായിക്കൊണ്ടിരിക്കുന്നത്. ഏത് ക്ഷേത്രങ്ങളിലും ഇന്ന് തിരക്കാണ്. പണ്ടൊക്കെ ഞാൻ 80, 90, 92 കാലഘട്ടമൊക്കെ ടെക്നോ പാർക്ക് വന്നപ്പോൾ ഒന്നും ആർക്കും ഈശ്വരവിശ്വാസങ്ങളില്ല. 84 കാലത്തിലെ യുവാക്കൾക്കൊക്കെല്ലാം ഒരു യമഹ ബൈക്കും ഇതുമൊക്കെ മതി, അടിച്ചു പൊളിച്ചങ്ങ് നടക്കും. ഇന്നതല്ല സ്ഥിതി. എല്ലാ യുവാക്കളും യുവതികളും ഈശ്വരവിശ്വാസം, ഒരു പേടി, പേടി. അച്ഛനെ പേടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റിന് ഭഗവാൻ എനിക്ക് ശിക്ഷ തരുമെന്നുള്ള പേടി ഇന്ന് ഭക്തരിൽ എത്തിക്കുന്നതുകൊണ്ടും ഇവിടുത്തെ അർബൻ കമ്മ്യൂണിസം തകരുന്നതിൻ്റെ തെളിവുമാണ് കേരളത്തിലെ ഭക്തി കൂടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.